പ്രൈസ് ലോർഡ്. ഞാൻ വിൻസെൻ്റ്, തൃശ്ശൂരിൽ നിന്ന് വരുന്നു, പേരാമംഗലം ഇടവക. അപ്പോൾ മുന്നേ ഒരു ധ്യാനത്തിന് പങ്കെടുത്തപ്പോൾ ഇതിനെക്കുറിച്ച് ജോബിച്ചൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ഡീറ്റെയിൽസ് ഇങ്ങനെ വാട്സാപ്പ് മെസ്സേജുകളായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ അത് വളർച്ചാ ധ്യാനം എന്നുള്ള രീതിയിൽ, അതായത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ പോയിട്ടുള്ള ഒരു കാര്യം. കാരണം ഞാൻ ഈ കൗൺസിലിംഗ് രംഗത്ത് ചെറിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഞാൻ ഹൗസിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഈ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഡിപ്ലോമ എടുത്ത്, അപ്പോൾ അത് കുട്ടികളെയാണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തത്. കുട്ടികളെന്ന് പറയുമ്പോൾ +2 അതുപോലെ തന്നെ ഡിഗ്രി. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ കുട്ടികളോട് ചോദിക്കും, അതായത് നിങ്ങളെ പ്രേമം വല്ലതും ഉണ്ടോ, തുറന്ന് പറയാം. പക്ഷെ ഒട്ടുമിക്കവാറും കുട്ടികൾ സാർ ഇന്നലെ ഉപയോഗിച്ച ക്രഷ്, അതുപോലെ തന്നെ ഇൻഫാക്ച്വേഷൻ എന്നൊക്കെയാണ് കുട്ടികൾ പറയണത്. സ്വാഭാവികമായിട്ടും 100% കുട്ടികളും ഇത്തരത്തിൽ ഒരു അട്രാക്ഷൻ, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇതിലൊരു വകതിരിവ് കൊടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കുട്ടികളുടെ അടുത്ത് മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അത് തിയോളജിക്കൽ ബേസ്ഡായിട്ട് വളരെ ഭംഗിയായിട്ട് ബാബു ജോൺ സാറ് പറഞ്ഞു തന്നു. ഇത്തരം ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം തീർച്ചയായിട്ടും നമ്മുടെ സഭയുടെ ഉള്ളിൽ ഒതുങ്ങരുത്. മറ്റ് കുട്ടികൾ, കാരണം വെച്ചാൽ ഞാൻ കൗൺസിലിംഗ് കൊടുത്ത കുട്ടികളിൽ ക്രിസ്ത്യൻ കുട്ടികളായിരുന്നില്ല കൂടുതലും. അപ്പോൾ നമ്മുടെ സഭയുടെ ഉള്ളിൽ ഒതുങ്ങാതെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന ആഗ്രഹമുണ്ട്. അത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.